കെ വി സൈമൺ സാറിന് അമരത്വം നേടിക്കൊടുത്ത വേദവിഹാരത്തെ ഉപജീവിച്ചൊരു ആസ്വാദനമാണ് ഇന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിരൂപണമല്ല എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും ഏതാനും വാക്കുകൾ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ആസ്പദമാക്കി അദ്ദേഹത്തെ സംബന്ധിച്ച് സരസകവി മൂലൂർ എഴുതിയ ഒരു ഛായാപദ്യം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. ഹർഷത്വം പൂണ്ട ഗാത്രം വലിയ തല വിശാലാഭമാകും ലലാടം വശ്യോക്തിക്തം സ്വപക്ഷ പ്രകടന പടിമാവക്ഷര പ്രസ്ഫുടത്വം അർസ്വാർത്ഥ പ്രീതി തേജസ്ഫുരിത മുഖമിതേ മൗട്ടിലൗകൃഷ്യവാനാമീ കൊച്ചു സൈമൺ സുമതി പൊടി പൊടിപ്പൂ പ്രസംഗപ്രവാഹം. അദ്ദേഹത്തിൻ്റെ ആകാരവും പ്രകൃതവും ഭംഗ്യന്തരേണ വർണ്ണിച്ചിരിക്കുന്ന ഒരു കാവ്യമാണ് മൂലൂർ ഇവിടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറ്റവും അധികം കാവ്യരംഗത്തേക്ക് പ്രചോദിപ്പിച്ച മഹാരഥനാണ് മൂലൂർ. അദ്ദേഹത്തെ കൂടാതെ മറ്റനേക ആളുകളും അദ്ദേഹത്തിൻ്റെ കാവ്യ സഫരിയ ഉജ്ജ്വലമായ ഒരു പ്രകാശമായി കേരളക്കരയിൽ ജ്വലിച്ചു നിൽക്കേണ്ടതിന് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ച് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മുത്തുമണികൾ പെറുക്കിയെടുക്കുവാനുള്ള യോഗ്യതയുള്ളവനില്ല. അത്രമാത്രം ഗരിഷ്ഠമായ മഹാകാവ്യമാണ് വേദവിഹാരം. വളരെ ഹ്രസ്വമായ ജീവിതത്തിനുള്ളിൽ മഹത്തായ സംഭാവനകൾ ചെയ്ത ഒരു മഹാരഥനാണ് സൈമൺ സാർ. 61 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് ഇത്രമാത്രം സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. എന്നെപ്പോൾ ആളുകൾ 75 വയസ്സ് ആയിട്ടും ഇതിൻ്റെ ഒരു അംശം പോലും സാഹിത്യ വിഷയത്തിൽ സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സാധിച്ചു? ദൈവകൃപ അദ്ദേഹത്തിന്മേൽ അത്യന്തം വ്യാപരിച്ചതിന്റെ പ്രതിസ്മരണമായിരുന്നു അതെന്ന് നിർവിശങ്കം പറയാൻ കഴിയും. അദ്ദേഹം ഒരു വായന അല്ലെങ്കിൽ ഒരു പുസ്തകപ്പുഴു എന്ന് പറയുമല്ലോ, ഒരു പുസ്തകപ്പുഴുവായിരുന്നു. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടായിരിക്കും. ആ പുസ്തകം പഠിപ്പിക്കുന്ന വിഷയത്തോട് പുലബന്ധമില്ലാത്ത പുസ്തകമായിരിക്കും. അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുക. വളരെ ചുരുങ്ങിയ സമയം മാത്രം ഉറക്കത്തിന് ചിലവഴിച്ചുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തന മേഖലയിൽ വളരെയധികം സംഭാവനകൾ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തിന് എങ്ങനെ ഇത്ര ബൃഹത്തായ ഒരു ഗ്രന്ഥം അതിനൊപ്പം തന്നെ മറ്റ് ഗ്രന്ഥങ്ങൾ രചിക്കാൻ സാധിച്ചു? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ആ പ്രഭാവത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടതാണ്. നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ പുസ്തക വേദവിഹാരത്തിന് അവതാരി എഴുതിയിരിക്കുന്ന മഹാകവി ഉള്ളൂരാണ്. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു അവതാരി എഴുതി കട്ടക്കയം ചെറിയ മാപ്പിളയുടെ ശ്രീയേശു വിജയം എന്ന ഗ്രന്ഥത്തിന്. അതിനെ കുറിച്ച് ആ അവതാരി അദ്ദേഹം പറയുകയാണ്, ഇത്തരത്തിലൊരു കൃതി രചിക്കുവാൻ കേരളത്തിലുള്ള ക്രൈസ്തവരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെ ഒരു പരാമർശമുണ്ട്. പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഈ വേദവിഹാരം വന്നത്. ആ വേദവിഹാരത്തിന് വളരെ ശ്ലാഘനീയമായ അവതാരിക അദ്ദേഹം എഴുതി കൊടുക്കുകയുണ്ടായി. അതിന്റെ അർത്ഥം ഒരളവിൽ ഈ കട്ടക്കയം എന്ന ആ കവിയേക്കാൾ വളരെ ഔന്നത്യം പുലർത്താൻ കഴിഞ്ഞ ഒരു മഹാകവിയാണ് സൈമൺ സാർ എന്ന കാര്യത്തിൽ നിസ്തർക്കമായ കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാവ്യം ഈ വേദവിഹാരം ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങളെ ഉപജീവിച്ചുള്ള ഒരു ഗ്രന്ഥമാണ്, മഹാകാവ്യമാണ്. ഈ പുസ്തകത്തിലും 50 അധ്യായങ്ങളാണുള്ളത്. അദ്ദേഹം എഴുതിയത് 1931 30 അദ്ദേഹം എഴുതി തുടങ്ങി. സജീവമായിട്ട് മുമ്പ് ഈ പ്രസംഗ പരിപാടി എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ കിട്ടുന്ന സമയം ഉപയോഗിച്ച് ഏതാനും കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വർഷം നിസ്തന്ത്രമായി അദ്ദേഹം ഈ രചനയിൽ സമയം ചെലവഴിച്ച ശേഷമാണ് 31 ഈ മഹാഗ്രന്ഥം രചിക്കുകയുണ്ടായി. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ പ്രമേയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭ ഭാഗത്ത് അദ്ദേഹം പറയാണ്, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിന്നറിയില്ല യുഗം മുമ്പും വീതരൂപനായി വിപലാഭനായി നിന്ന മഹാനീതി ധീരതയെ ഞാൻ ആദരാൽ വന്ദിക്കുന്നൻ. സകല ഭൂതങ്ങൾക്കും ആദികാരണനിവൻ, സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്നവർ. അങ്ങനെ പോവുകയാണ്. അപ്പൊ അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതുമ്പോൾ
ഉൽപ്പത്തി പുസ്തകത്തെ ഉപയോഗിച്ചാണല്ലോ ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആദി ഈ കേവലം സൃഷ്ടമായ ആദിയല്ല, അതിനപ്പുറത്ത് അനന്തമായ ആദി, നീണ്ടു നിവർന്നു കിടക്കുന്ന അവിച്ഛേദ്യമായ ആദി. ആ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. മനുഷ്യക്കാർക്ക് നിർണ്ണയിക്കാൻ കഴിയുന്ന നിർണ്ണയാതീതമായിരിക്കുന്ന വിഭാവനയ്ക്ക് അതീതമായിരിക്കുന്ന ആദിയിൽ ഉണ്ടായിരുന്ന ദൈവത്തെ കുറിച്ച് പറയുകയാണ്. ആ ദൈവം ആരാണ്? യാഹേ യാഹ്വേ, യാഹേ യഹോവേ, അദോനായി എന്നൊക്കെ പേര് കൊടുത്ത് എബ്രായ പദങ്ങളൊക്കെ തുന്നിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ ആ അനശ്വരതയെ, നിത്യതയെ വളരെ ഭംഗിന്തരേണ വർണ്ണിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ നിലയിലേക്കൊരു കാവ്യം ചമയ്ക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. കാരണം അത്രമാത്രം ദൈവത്തിൽ അദ്ദേഹം നിർലീനനായിരുന്നു. ദൈവം ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കുകയും ആ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിയായ നിരീക്ഷണം നടത്തുകയും ചെയ്ത ശേഷമാണ് ഈ മഹാകാവ്യം അദ്ദേഹം രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തിന് ശേഷം അദ്ദേഹം അല്ലെങ്കിൽ സൃഷ്ടികൾ ഓരോന്നായി വർണ്ണിക്കുന്ന ഭാഗമുണ്ട്. അതിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കുകയാണ്. ആദിയിലാദി ദൈവം ആകാശഭൂമികളെ മേതുരാപങ്ങളായി സൃഷ്ടി ചെയ്ത അനന്തരം മേദിനീതലവാസമാർന്നൊരാകാലത്തെ പാതക പരീക്ഷയിൽ ദണ്ഡനാദ്വാരാ ലോകം നിർജ്ജനമായി തീർന്നു. പ്രളയം തോയം കയറി മജ്ജനം ചെയ്യിച്ചെല്ലാ ദിശയും നശിപ്പിച്ചു. അതേ പറയാണ്, ഈ ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം പ്രളയതോയം കയറി, വെള്ളം കയറി ഈ ഭൂമി എല്ലാം വ്യാപരിച്ചു എന്നാണ്. ഈ അന്ധകാരം ഈ ഭൂമിയെ വ്യാപരിച്ചു എന്ന് ഉൽപ്പത്തിയിൽ മോശ എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്ത് അദ്ദേഹം പറയാ പ്രളയതോയം കയറി. അദ്ദേഹത്തിന്റെ ദൈവവിഷയം അല്ലെങ്കിൽ തിയോളജി സംബന്ധിച്ച ഒരു വീക്ഷണം ഇവിടെ കാണുകയാണ്. ബൈബിളിൽ കാണുന്നില്ല എങ്കിലും അതിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയും, ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച് വ്യർത്ഥമായിട്ടല്ല. മനോഹരമായ ചേതോഹരമായ ഒരു ഭൂമിയാണ് ദൈവം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ ദൂതന്മാർ അധിവസിച്ചുവെന്നും അവർ പാപം ചെയ്തതിന്റെ ഫലമായി അവർ നിഷ്കാതിരായി തീർന്നെന്നും പിന്നീട് പ്രളയം തോയം കയറി ആ മഹാമന്ധകാരം എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നുവെന്നുമാണ് അദ്ദേഹം ഈ ഒരു ഭാഗത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ കവിത ഇങ്ങനെ പോവുകയാണ്. അതിനെ കുറിച്ചെല്ലാം വർണ്ണിക്കണമെങ്കിൽ സമയം ഒട്ടും പോരാ. അപ്പോൾ ഈ ആദത്തിന്റെ സൃഷ്ടിയുണ്ട്. അതിനുശേഷം ആദത്തിന്റെ വാരിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിക്കുന്നുണ്ട്. അവയെ സൃഷ്ടിച്ച ശേഷം ആദം ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ ഈ സുന്ദരിയായ ആ സ്ത്രീയെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ മനോമുഖരത്തിൽ ഉരുവായിരിക്കുന്ന ഭാവന ഇവിടെ കവിതന്റെ സാങ്കല്പികമായ കാര്യത്തിൽ അവതരിപ്പിച്ച് നോക്കുക. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യാം നാരീരത്നം തനിക്ക് മുൻപിലായി നിൽക്കുന്നു വിഭാതത്തിൽ കനൽക്കു നേരായി കിഴക്കുലി ഉദിച്ച ഭാനുപോലെ അപ്രതീക്ഷിതമായ കാഴ്ചകൾ വിവശനായി ഇപ്രകാരമാദമെന്നുള്ളത്തിൽ ഉച്ചരിച്ചു. എന്തു ഞാൻ കാണുന്ന ഈ ചന്തമേറിയ കാഴ്ച ഹന്തമിന്നലി പൂവിൽ പുണ്ഡിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാപതോ സാന്ദ്ര സൗഭാഗ്യമൂർത്തി എന്തൊരു വിശദീകരിക്കാൻ പോരാ. അപ്പോൾ അദ്ദേഹം അതിന് വർണ്ണിച്ച് എത്ര ചാരുതയോടാണ്, എത്ര ഭംഗിയായിട്ട് പറയുകയാണ്. അടുത്തതായി പറയാണ്, കേശഭംഗിയും ദേഹകാന്തിയും, ദേഹകാന്തിയും മുഹാബ്ജത്തിൽ ആശുകൻ പോലെ കളിയാടുന്ന പ്രസാദവും പുഞ്ചിരി കൊണ്ട് തിരിയെ ജാതിയും വശപ്പെടും അഞ്ചിതമാർന്ന ദണ്ഡമുകുള പ്രഭയതും പാടലാതരം മനോമോഹനം നാസികയും പേടമാനടി വണങ്ങിയിടുന്ന മിഴികളും ഉല്ലസൽ കല്ലോലം പോൽ ഇളകും ചില്ലിയുഗം നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗന്ധങ്ങളും. ആ ശരീരത്തിന്റെ ഓരോ അവയവും അവയെ കുറിച്ച് വർണ്ണിക്കുന്ന രംഗമാണ്. അത്ര ഭാവനാപരമായിട്ട് ഭാവനയുടെ ചിറകിലേറി അദ്ദേഹം ആ കാര്യങ്ങളുടെ ആ ഒരു സത്യത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. വളരെ മനോഹരമായ ഒരു വരികളാണ് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പർദീസിലേക്ക് കടക്കുകയാണ്. പർദീസിൽ സൃഷ്ടി മോശ വിരിക്കുമ്പോൾ ഒരു ഉദ്യാനം ഉണ്ടാക്കി, പർദീസി ഉണ്ടാക്കി, അവിടെ വൃക്ഷലതാദികളൊക്കെ നിർമ്മിച്ചു എന്നൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനുശേഷം
അദ്ദേഹം ഈ പർദീസയെ കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗം ചേതോഹരമാണ്, കമനീയമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശാലമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അറുതിയില്ലാതുള്ള ശൂന്യത്തിൽ അതിമാത്രം ഇരവിൽ പ്രകാശിക്കും ആകാശഗംഗ പോലെ. ശാസ്ത്രീയമായ അദ്ദേഹത്തിന്റെ അറിവ് എത്ര അപഗാഹമായിരുന്നു. ആകാശഗംഗ, നമ്മളീ പറയുന്ന പോലെ ഈ ആകാശഗംഗ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എൻ്റെ പേര് ക്ഷീരപഥം, ഇംഗ്ലീഷ് പദം ഗാലക്സിയാണ്. ക്ഷീരപഥം, ആ ക്ഷീരപഥത്തെ കുറിച്ചൊക്കെ പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയപരമായ അറിവുകൾ. അക്കാലത്തെ 10-80 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് നമ്മേക്കാൾ അധികം ശാസ്ത്രീയമായ അറിവുകളുണ്ട്. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ശാസ്ത്ര വിഷയത്തിൽ നമ്മുടെ അറിവ് എത്ര അല്പമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്ന് പറയാണ്, സരിതാംബതിയുടെ നടുവിൽ വിളങ്ങും ഹരിതവർണ്ണ പാകം മാംഗലദ്വീപ് പോലെ. നമ്മുടെ ഇംഗ്ലണ്ട് കടലിന് നടുവിൽ ദ്വീപ് സമൂഹമാണല്ലോ, അതുപോലെയാണ് ഈ മനോഹരമായ പർദീസ. അരുണൻ തന്റെ കരകിരണം തപിപ്പിക്കും മരുവിൻ നടുവിലെ ശീതളോദ്യാനം പോലെ. എന്തൊരു പറഞ്ഞത്, മാലോപമ എന്നതിന് പറയുന്ന ഉപമകളുടെ ഉപമ. അപ്പോ അരുണൻ തന്റെ കരകിരണം തപിപ്പിക്കും മരുവിൻ നടുവിലെ ശീതളോദ്യാനം പോലെ. മരുപ്പച്ച, മരുഭൂമിയുടെ നടുവിലുള്ള മരുപ്പച്ച പോലെയാണ് ഈ പർദീസ എന്ന് എത്ര മനോഹരമായി അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നു. അത് ഞാനത് എവിടെയെങ്കിലും തീരുകയില്ല, സമയം പരിധിനോളം. അത് കഴിഞ്ഞ് സർപ്പവും ഹവയും തമ്മിലുള്ള സംഭാഷണം മഹാകവി വർണ്ണിച്ചിട്ടുണ്ട്. ദേവനാം യഹോവയിൽ സൃഷ്ടികളെല്ലാറ്റിലും കേവലം സരീസൃപം ഖലനായി തീർന്ന് കഷ്ടം. അദ്ദേഹത്തിൻ്റെ ഈ പദസമ്പത്ത് അന്യാദർശമാണ്. മലയാള ഭാഷയിൽ മാത്രമല്ല സംസ്കൃതത്തിനും അദ്ദേഹത്തിന് അവഗാഹം ഉണ്ടായിരുന്നു. ഇതിൽ ഒരു ഖണ്ഡിക അദ്ദേഹം സംസ്കൃത ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്കൃതത്തിൽ എഴുതുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്ന അർത്ഥം. ദ്രാവിഡ വൃത്തത്തിലാണല്ലോ ഈ കവിതയെല്ലാം എഴുതിക്കുന്നത്. അപ്പോൾ ഈ ദ്രാവിഡ വൃത്തം കുറച്ച് വായനാസുഖം ഉള്ള ഒരു വൃത്തമാണ്. അതിൽ കേകയും കാളികാഞ്ചി വൃത്തം എല്ലാം ചേർത്തുകൊണ്ട് വളരെ സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു അവതരണമാണ് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പർദീസയിൽ സൃഷ്ടിച്ചതിന് ശേഷം സർപ്പം കടന്നു വരുന്നത് സരീസൃപം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അദ്ദേഹം അതിന് പര്യായ പദങ്ങൾ ചേർത്തോണം. നമ്മൾ ഈ പദ്യങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് പദസമ്പത്ത് കൂടുതലുണ്ടാകും ഭാഷാപരമായി. മാത്രമല്ല ഈ ഉച്ചാരണ ശുദ്ധി ഉണ്ടാകും. നമ്മൾ ഈ കവിതകൾ വായിക്കാതെ പോയാൽ പ്രഭാഷണത്തിൽ ഉച്ചാരണ ശുദ്ധി കുറഞ്ഞു പോയി. ഇന്ന് വളരെ കമ്മിയാണ് നമ്മുടെ ഉച്ചാരണമൊക്കെ. പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലും പഠിക്കുന്നവർക്ക് ഈ മലയാള ഭാഷയെക്കുറിച്ച് വേണ്ട അറിവ് കിട്ടില്ല, ഗ്രാമറിന് വലിയ സ്ഥാനവുമില്ല. അന്ന് ഈ മഹാകവിയുടെ കാലഘട്ടത്തിൽ മലയാളത്തിൽ വലിയ സ്ഥാനം കൊടുത്തിരുന്നു. ഭാഷ ഉച്ചാരണം ശുദ്ധിയോടുകൂടെ നല്ല ഈ മൂലൂർ പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ ഭാഷാ ശുദ്ധി, അവതരണ ശുദ്ധി ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായിരുന്നു. അപ്പോൾ ദേവനാം യഹോവയിൽ സൃഷ്ടികളെല്ലാറ്റിലും കേവലം സരീസൃപം ഖലനായി തീർന്നു കഷ്ടം. അപ്പോൾ ഈ സരീസൃപം പാമ്പില്ലേ, ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും ഒരു ദുഷ്ട ഒരു ജന്തുവായി തീർന്നു. സാത്താൻ ഈ പാമ്പിൽ പ്രവേശിച്ചാണല്ലോ ഹവയെ വഞ്ചിക്കുന്നത്. അങ്ങനെ ഈ പർദീസയിൽ കഴിയുമ്പോഴാണ് കനി തിന്ന് ഭർത്താവിനും കൊടുക്കുകയാണ്. തൽഫലമായിട്ട് രണ്ടുപേരും ബഹിഷ്കൃതരാകുകയാണ്. ആ ബഹിഷ്കൃതരായി തീർന്ന അവസ്ഥയെ മഹാകവി വർണ്ണിക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ, ദൈവം അവരോട് കഴിഞ്ഞ് സംഭാഷണം നടത്തുന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. ആ ഭാവമൊന്നും പറയാനായിട്ട് എനിക്ക് സമയം പോരാ. അപ്പൊ ഏതായാലും അങ്ങനെ പർദീസയുടെ കാര്യം പറഞ്ഞ ശേഷം വളരെ രസകരമായ ചില ഭാഗങ്ങളുണ്ട്. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നത്. ഈ നോഹയുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവന കുറച്ചും കൂടെ ഈ രസാത്മകമായി തീർന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ച മഹാകവി നമുക്കാർക്കും അറിയാവുന്ന പോലെ പേരെന്താണ്, വയസ്സായിട്ട് പേരൊക്കെ മറന്നു പോവുക, നമ്മുടെ പിതാവ്, സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛനാണ്. അതോടൊപ്പം തന്നെ ഈ കുഞ്ചൻ നമ്പ്യാരുടെ കാവ്യങ്ങളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ചേർത്താണ് അദ്ദേഹം കാവ്യം രചിച്ചിരിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർ ഒരു ഹാസ്യ കവിയായിരുന്നല്ലോ. അപ്പൊ ആ ഹാസ്യം
അദ്ദേഹത്തിന്റെ രചനയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഹാസഭാവം മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നോഹ പെട്ടകമെല്ലാം പണിതുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കടന്നു വരികയാണ്. പുരാതന കാലത്താണല്ലോ. അപ്പൊ ഈ ധാരാളം ആളുകൾ കടന്നു അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്. അദ്ദേഹം ചിത്രീകരിക്കുന്ന ഭാഗം നോക്കുക. പണികൾ കാണാനായി വരുന്ന നരവൃന്ദം കൃണയറ്റപഹസിച്ചിടിനാൻ നോഹയ്ക്കാണ്. കരുണയില്ലാതെ പരിഹസിക്കുകയാണ്. എന്തൊടോ മഴപ്പെയ്ത്തും വെള്ളത്തിൻ പെരുക്കവും ചിന്തയിൽ പോലും കാണാൻ കിടയില്ലാതുള്ള കാലം. മനുഷ്യൻ ചിന്തിക്കാത്ത കാലത്ത് ഈ വെള്ളപ്പൊക്കവും മഴപ്പെയ്ത്തൊക്കെ പറയാൻ എന്താണോ ഈ പറയുന്നത് കേൾക്കുന്നത്. അന്തമില്ലാത്ത പണം തടിയും അധ്വാനവും മന്ദമായി വ്യയം ചെയ്തു ഗോപുരം പോലെ എന്തോ ചന്തമെന്നോട്ട് പണി കഴിപ്പിക്കുന്നു ഭവാൻ. പന്തിയാവില്ല ഫലം ശൂന്യമെന്നത് ഇവർക്കൊണ്ടൊരു ഗുണവുമില്ല. ഈ പണം എല്ലാം വെറുതെ വേസ്റ്റായി കളയുകയാണെന്നൊക്കെ അവർ പരിഹസിച്ച് പറയുന്നത് ഹാസ്യാത്മകമായി അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം രസകരമായ അദ്ദേഹം പറയുകയാണ് ഈ പോതശില്പികൾ പറഞ്ഞാൽ ഈ പെട്ടകം പണിയുന്നവരെ പോതശില്പികൾ ഹസിച്ച് ചൊന്നീവണ്ണം ഘോഷനാടിയാളയോ തലയിൽ സ്കൂർ വഴിഞ്ഞ് നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വന്നിടുമെന്നീവിധം പൊട്ടനല്ലാതെ വധിച്ചിടുവാനുണ്ടാകുമോ? ഉറക്കം ശരിയായിട്ടില്ലത് കൊണ്ടുവന്ന കലക്കമാണ്. പക്ഷേ എണ്ണതേ ചൊന്ന് രണ്ട് കുളി ഭംഗിയായി നടത്തിയിടുകിൽ കുറയും ചറുപറ പറയുന്നതും മാറും. കണ്ടമർത്യരോടൊക്കെ മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ടവിണ്ടുടനാൽ ഉണ്ടാമോ ജലപ്ലാവം? മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലതും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഹാസ്യഭാവന രസാത്മകമായി അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന് ശേഷം നമുക്ക് അദ്ദേഹം പറയുകയാണ്, ഈ ഇദ്ദേഹത്തെ പരിഹസിച്ചവരൊക്കെ ഈ വെള്ളം വന്നിട്ട് അതിൽ ചത്തുപോയി ചങ്ങാടം പോലെ കെട്ടിക്കിടക്കുന്ന ഭാഗം അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. അദ്ദേഹം അതിനുശേഷം നല്ല ഈ ഉപദേശം പറയുന്നു ഇടയ്ക്കിടയ്ക്ക്. അത് രസകരമാണ്. ഇന്ദ്രിയ തൃപ്തിക്കായി ചെയ്യുന്ന പ്രവൃത്തികൾ അന്തരമെന്നെ രസപ്രദമായി തോന്നും ആദ്യം, പിന്നീട് ദുഷ്ഫലങ്ങൾ വന്നുകൂടുമ്പോഴത്തെ ഖിന്നരായി ഭവിപ്പത് മനുജൻ തന്നിമിത്തം. ഇന്ദ്രിയ തൃപ്തിക്കായി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ആദ്യമൊക്കെ രസപ്രദമായി തോന്നും, പിന്നീട് ദുഷ്ഫലങ്ങൾ വരുമ്പോഴാണ് അതിന് ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ പോകുന്നതാണ്. ചൂണ്ടലിന് ഇരകണ്ട് മോഹിച്ച് മത്സ്യമതിൽ പൂണ്ടു തന്നായുസിന് കോടാലി വയ്ക്കുന്നത് പോലെ. ഇത് എന്ത് രസമാണ്! ചൂണ്ട ഇടുമ്പോൾ ആ ഇര കണ്ട് ആ ജീവിതം തന്നെ ഈ മീന് കുതലയ്ക്കുകയാണെന്ന് അദ്ദേഹം ഭാവിച്ചിരിക്കുക. അതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാനെൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. മറ്റ് പ്രബന്ധകാരനുള്ളതുകൊണ്ട് ഞാൻ അധികം പറയാൻ പോകുന്നില്ല. ഈ ഏദൻ തോട്ടത്തെ വർണ്ണിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ കമനീയമായിട്ട് അദ്ദേഹം ഈ കനാൻ നാടിനെ വർണ്ണിച്ചു. കനാൻ നാടിനെ വർണ്ണിച്ചിരിക്കുന്നത് വൃത്തം അതിസമ്മതാശ്രമ അല്ല ഈ കളകാഞ്ചി വൃത്തമാണ്. അതൊന്ന് ഞാൻ വായിക്കുക. എത്ര മനോഹരമായിരിക്കും അത് വർണ്ണന. അത് നമ്മളിത് വായിക്കുന്ന നല്ലതാ ഉച്ചാരണത്തിനൊക്കെ. നിഖില ഗുണ നിലയനാബ്രാമിനാദരാൽ നിർവാപണം ചെയ്ത കനാൻ ദിശയ്ക്കൊരു മഹിതതര ജഡമയ മേഖലാരൂപമായി മങ്ങാതൊഴുകുന്നു യോർദാൻ തരംഗിനി. ഇതിനോട് തടം അധിക സുന്ദരം മാനവരീക്ഷിച്ചു നിന്ന് പോവും കാഴ്ചതൻ ഭംഗിയിൽ പലതെതറു നികരമത സസ്യസന്തോഷവും പാരം തിളങ്ങുന്ന ബൈബിൾ പ്രദേശത്തെ മനോഹരമാ കനാൻ നാടിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ വർണ്ണന കഴിഞ്ഞിട്ട് പിന്നെ ഈ സോദോം ദഹനത്തോട് ബന്ധപ്പെട്ട് നമുക്കറിയാം. അവിടെ രണ്ട് ദൂതന്മാർ ചെല്ലുന്നു. അവിടെ ചെന്ന ശേഷം അവിടെ നിന്ന് ഓടിപ്പോകേണ്ട ഗതികളുണ്ടാകുന്നു. അപ്പോൾ ആ തെരുവിനെ കുറിച്ച് അദ്ദേഹം ഹാസ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗം കൂടെ ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുക. ഒരു തെരുവിനിട വഴിയിലൂടെ കടന്നു പോതൊന്നിച്ചു കണ്ടാൻ ഒരു തരം വങ്കരെ തലമുടി മിനുക്കിയും ശ്മശ്രു നറുക്കിയും ലളിതതരം ശൃംഖലം മധ്യേ മുറുക്കിയും വിലപെരുകും ആളയാൽ ആപാദ മസ്തകം നലമുടുക മറച്ചു നൽഭാസം പെരുക്കിയും. അങ്ങനെ ഈ റൗഡികളൊക്കെ ചന്തസർട്ടി ഇവിടെ കൊണ്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവരുടെ ശരീരമൊക്കെ കാണിച്ച് മീശയൊക്കെ പിരിച്ചു നിൽക്കുന്ന രംഗം അദ്ദേഹം അവതരിപ്പിക്കുന്നത് വളരെ ചാരുതയോടെയാണ്. കാരണം അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ കണ്ടിരിക്കുന്ന കാര്യം അങ്ങ് സോദോം പട്ടണത്തിൽ നടന്നതായിട്ട് അദ്ദേഹം ഭാവിച്ചിരിക്കുക. ഏതായാലും ഇതൊക്കെ രസാത്മകമായ അവതരണമാണ്, ചിന്തോദ്ദീപകമാണ്.
വായിക്കും തോറും അദ്ദേഹത്തിന്റെ ആശയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ആകർഷകരായി തീരുക മാത്രമല്ല, അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്ന സത്യം എത്രമാത്രം മഹത്തരമാണെന്ന് മനസ്സിലാക്കുവാനും അതുവഴി ഈ സുവിശേഷത്തിന്റെ സത്യത്തിൽ നാം എത്തിച്ചേരുകയും സുവിശേഷ ദർശനമായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പിന്നിലെ ചേതോവികാരം എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ കൃതി നിങ്ങളെല്ലാം വായിച്ച് ഹൃദയസ്ഥമാക്കുകയും മാത്രമല്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന ആശകൾ അന്വർത്ഥമാക്കുകയും ചെയ്യണം എന്നുത്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ ഹ്രസ്വമായ പ്രബന്ധാവതരണം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്.